അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വളരെ എളുപ്പം നമുക്ക് രാവിലെ ഒന്ന് നേരം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്, സവോളയാണ്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, 4-5 കുരുമുളക് അതും ചതച്ചെടുത്തതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കടുക് അങ്ങ് പൊട്ടിക്കാം. നമ്മള് ചീനച്ചട്ടി തന്നെയാണ്, എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനിയും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്, അപ്പൊ ഇതിന്റെ കൂടെ വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം, മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മള് ഇതിന്റെ ഓരോരോ സംഭവങ്ങൾ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. വളരെ വേഗം അങ്ങ് വഴറ്റിയെടുക്കുക. ഇഞ്ചി ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്കാൻ നമ്മളൊരു 1/4 ഇഞ്ച് ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ വെളുത്തുള്ളി ഇട്ട് നമ്മുടെ കുരുമുളകും നമ്മൾ ചതച്ചെടുത്തതാണ്, കുരുമുളകായിട്ട് ഇട്ടേക്കാണ്. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളി നമ്മളുണ്ടല്ലോ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് വളരെ വേഗം തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വേറെ തക്കാളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഉള്ളി അധികമായിട്ട് ഒരു സാധനം നമ്മൾ ഇല്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. എന്നാൽ അത്യാവശ്യം നല്ല രുചിയുള്ള കറിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊരിയുടെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് പെട്ടെന്നാകാൻ വേണ്ടി നമുക്ക് നല്ല നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അത് ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഇത് നന്നായിട്ട് ഗോൾഡൻ കളറിലേക്ക് മാറും. രാവിലെ ചിലപ്പോൾ നമുക്ക് തലേദിവസം ഒന്ന് ചിന്തിച്ച് ഇരിക്കാൻ നേരം കിട്ടത്തില്ല. രാവിലെ നോക്കുമ്പോൾ മുട്ട മാത്രമേ നമുക്ക് പെട്ടെന്നൊരു കറി റെഡിയാക്കാം. അതാണ് നമ്മുടെ ഇത് ഇളക്കി കൊടുക്കണം നല്ലപോലെ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാതെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് അത്യാവശ്യം നല്ല കളർ കിട്ടും, വലിയ എരിവും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചെറിയൊരു പരിപാടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ മൈദ ദോശയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ മൈദ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മൈദയ്ക്കകത്തുണ്ടല്ലോ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കലക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല കളർ. അപ്പം നമുക്ക് കറിക്കകത്തുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്കിനി മഞ്ഞൾ പൊടി ചേർക്കണം. നമ്മൾ ആദ്യമേ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത്, മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാല. അതെ, രണ്ടും കൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം രാവിലെ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. അതായത് മുട്ടക്കറി ദോശ ഗോതമ്പല്ല മൈദയാണ്. അപ്പോൾ നമ്മുടെ പൊടിയുടെ ഒക്കെ ഇട്ട് പച്ചവെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനാവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൈദ ദോശ നമ്മുടെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സാധനം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ ആദ്യമേ നമ്മുടെ ഉള്ളി വഴറ്റാൻ നേരം ഇട്ട ഉപ്പല്ലേ ഉള്ളായിരുന്നു. ഈ മൈദ ദോശ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതുപോലെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ്. ഒരു നുള്ളു മഞ്ഞപ്പൊടിയുണ്ട്, പക്ഷെ കാണാൻ ഒരു ഭംഗിയുണ്ട്. കാണാൻ ഭംഗിയുടെ മാത്രമല്ല, ഈ മൈദ ഉണ്ടല്ലോ കഴിക്കുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ പറയത്തില്ലേ, അതൊന്നും ഉണ്ടാകില്ല. നല്ല സുഖമായിട്ട് ദഹനത്തിനൊക്കെ നല്ലതാണ്. അപ്പൊ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കോഴിമുട്ട നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ, 3 മുട്ട. അപ്പോൾ ഇത് നമുക്ക് 6 പേർക്ക് നമുക്ക് കഴിക്കാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുറിച്ചിട്ടേക്കാണ്, ഇടുമ്പോൾ ഇങ്ങനെ മുറി. ഇതാണ് ഈ മുട്ടയുടെ ഒരു പ്രത്യേകത. ഇടുമ്പോഴേ മുറിയത്തുണ്ട്. എല്ലാം മുറിച്ചിട്ടുണ്ട്. 6 പേർക്ക് നമുക്ക് ലാവിഷായിട്ട് കഴിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മസാല, നമ്മുടെ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനിയും സ്റ്റൗ നിർത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു നുള്ളു ഗരം മസാലയും കൂടെ ചേർത്തിട്ട് സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേക്കാണ് മുട്ടക്കറി മുമ്പിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമുക്കത് സ്വല്പം കുരുമുളക് പൊടി അതും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മുട്ടക്കറിക്ക് ഒരു ടേസ്റ്റ് വരും.
പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിന് വേണമെങ്കിൽ മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ എന്താണ് ചേർക്കണം. കറിവേപ്പില നമ്മൾ മേടിച്ച് വെച്ചതാണ്. ഇപ്പൊ ഈ മഴക്കാലത്ത് കിട്ടുന്ന കറിവേപ്പില അത്രയ്ക്ക് അങ്ങോട്ടൊരു സുഖം, അതങ്ങ് ചീത്തയായി. അപ്പൊ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ദോശ തകൃതിയായിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി 2-3 കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പരിപാടി റെഡിയാകും. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആണ്. 2 പേരും കൂടെ രാവിലെ അങ്ങോട്ട് കയറുക. ഇപ്പം പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് അമ്മമാരെയൊക്കെ സഹായിക്കാൻ അടുക്കള കയറി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പാചകം പഠിക്കുകയും ചെയ്യാം. ഇതൊക്കെ രസമല്ലേ സംഭവം അല്ലേ? ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് നിർത്താം. നമ്മുടെ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ, നമുക്ക് വളരെ പെട്ടെന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ തലേദിവസം മറന്നു പോകും പിറ്റേ ദിവസത്തെ കാര്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ. രാവിലെ അടുക്കള കയറുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ട്. മുട്ടയൊക്കെ വാങ്ങിച്ചപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അല്ലെ മിക്ക വീട്ടിലും കോഴിയൊക്കെ കാണുമല്ലോ. അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട തന്നെ നമുക്ക് പറ്റുന്ന അത്ര നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മുടെ സംഭവം റെഡിയാക്കി എടുക്കുക. അപ്പൊ ഇതുപോലെ തയ്യാറാക്കി നോക്ക്. സംഭവം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് സാധനം. പക്ഷെ പെട്ടെന്ന് നമുക്ക് സംഭവം റെഡിയാക്കി. അതായത് ആ ഉള്ളിയൊക്കെ കൊത്തിയരിഞ്ഞെടുക്കത്തില്ലേ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നീളത്തിൽ അരിയുന്നേക്കാളുണ്ടല്ലോ കൊത്തി അരിയാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടും. നമ്മൾ വേറെ അധികം സാധനം ഒന്നും ചേർക്കാതെ തന്നെ ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടും. അതെ, അതുപോലെ തന്നെ ദോശ മൈദ വെച്ച് ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നമ്മളെപ്പോഴും ഗോതമ്പ് ദോശയും മറ്റേ ദോശയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇതും ഒരു വെറൈറ്റി, ഒരു പൊറോട്ട എന്നൊരു ഫീല് കിട്ടും. ഉച്ച വരെ പിന്നെ പ്രത്യേകത. അപ്പൊ ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയാ. മൈദ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കലക്കി ഒന്ന് ഉണ്ടാക്കി നല്ല പൊരിഞ്ഞു കിട്ടും. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ മൊബൈൽ പെട്ടെന്ന് കാണാനൊക്കെ പറ്റും. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊക്കെ അറിയാൻ മേലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, പിന്നെ അറിയാൻ മേലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വേറൊരു വ്യത്യസ്ത റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതെ, അപ്പം ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.